കാലത്തെ ആളുകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ അടിച്ചത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യന് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ അത് യൂട്ടോർ സ്പേസ് കൂടെ ഇക്കിഗയിൽ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം മിസ്സിംഗ് ബാത്ത് പിക്ചർ ലൈൻ വേർഡ്സ്ലി ദി ബെനിഫിറ്റ് മാക് മീനിങ് ഓഫ് ദിയർ എക്സ്പീരിയൻസ് ആൻഡ് സെറ്റ് ബാക്ക് പിക്ചർ ലൈൻ. ഇതാണ് വേണ്ടത്. നമ്മൾ പഠിച്ചിരിക്കണം എല്ലാ കാര്യങ്ങളും. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണെന്ന് പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ജീവിതം എന്ന് പറയുന്നത് ഈക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈക്ഷിക്കണം സത്യസന്ധമായ കാര്യങ്ങൾ. അതായത് നമ്മൾ ഈക്ഷിക്കാതെ നമ്മൾ സെൽഫ് ബിലീവിൽ നിൽക്കും. സെൽഫ് ലവിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഫുൾ എഫോർട്ട് ടാലൻ്റായിട്ട്, അതായത് ടൈഗർ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? അപ്പോൾ എല്ലാ മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. കാരണം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബുദ്ധിമാനാവണം. ബുദ്ധിമാൻ എന്ന് പറയുന്നത് പഠിച്ചത് കൊണ്ടോ പഠിച്ചു വെച്ച് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതോടോ ജ്ഞാനം പകർന്നുകൊണ്ട് ഉന്നത കസാരയിൽ ഇരിക്കുന്നവനല്ല ബുദ്ധിമാൻ. വർത്തമാനകാലത്ത് പാപക്കറ ചെയ്യാത്തവനാണ് ബുദ്ധിമാൻ. അതായത് നമ്മൾ നട്ടു വളർത്തുന്ന തിന്മകൾ അള്ളാഹുവിൻ്റെ തവക്കലിലേക്ക് വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം ശ്രേയസ്സുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് വിജയം ഉണ്ടാവുക. ഈ സ്വഭാവം പഠിച്ചാൽ ജീവിതത്തിൽ ഉന്നതി കിട്ടും. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലൈക്കും തവക്കൽത്തു ലാ ഇലാഹ ഇല്ല റബ്ബുൽ അർശിൽ അലീം. ഇത് ഞാൻ ഒരു ബുദ്ധിമാനായിട്ട് ജീവിക്കാൻ പോവാണ്. പിന്നെ എല്ലാ ഉസ്താക്കന്മാരും പറയും റസൂലിനെ കാണണമെങ്കിൽ കുറേ ദിക്റ് ചെല്ലണമെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ബുദ്ധിമാനായിട്ട് ജീവിക്കുക. അള്ളാൻ്റെ റസൂൽ എങ്ങനെ ജീവിച്ചോ അതേമാതിരി തന്നെ ജീവിക്കുക. അമ്പിയാക്കൾക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകളില്ല. എല്ലാവരും ക്രോധമുള്ള ആളുകൾ, ശ്രേയസ്സുള്ള ആളുകളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു എല്ലാ മനുഷ്യന്മാരും ബുദ്ധിമാനായിട്ട് ജീവിക്കും. ജീവിതത്തിൽ വിജയം കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും അറിവ് തരട്ടെ എന്നാണ് എൻ്റെ ദുആ. ആമീൻ. എനിക്ക് നല്ല നിർണയം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഹവ് എവർ സീൻ എ വിമൻ സോഫ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മാൻ. കാരണം ബന്ധങ്ങൾ എന്നുണ്ടാവും, നാളേക്ക് ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മരണം മുന്നിൽ വന്നാൽ പോലും വീണ്ടും വീണ്ടും ചിന്തിക്കണം. ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കണം. ആ കുട്ടിക്ക് വിജയം ഉണ്ടാവും, ഉറപ്പാണ്. ഉപബോധ മനസ്സിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധിയോടുകൂടി ഈക്ഷിക്കുക. ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എന്ന് ഈക്ഷിക്കുക. അപ്പോൾ എല്ലാം നേരിടും. ഈ പറയുന്ന ആളുകളെല്ലാം ആ കുട്ടിക്കെതിരെ ഉള്ളതുകൊണ്ട് നാളെ ആ കുട്ടിക്ക് നേരെ നല്ല വാക്കുകൾ പറയും. അങ്ങനെ ഉണ്ടാവട്ടെ, അങ്ങനെ അറിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു.